ഹലോ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ കാര്യം പിടികിട്ടി കാണും. അതെ, നമ്മൾ ഇന്നുള്ളൊരു ഫാമിലാണ്. നോട്ട് ദ പോയിൻ്റ്, ഈ ഫാമുള്ളത് റിയാദിലല്ല, ഫാമുകളുടെ നാടായ കസീമിലാണ്. പിന്നെ ഓറഞ്ച് കണ്ടപ്പം തന്നെ നമ്മൾ പറിക്കൽ സ്റ്റാർട്ടാക്കിന് കേട്ടോ. ഇതിനെ കണ്ടപ്പം തന്നെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ ഇതാ നമ്മൾ കുറച്ചൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറ്റുന്നതൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് പറ്റുന്നതൊക്കെ അവൾ ചാടിയൊക്കെ പറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറേയൊക്കെ കിട്ടും, കുറേയൊക്കെ പിന്നെ പറയണ്ടല്ലോ. ഇപ്പം മോർണിംഗ് കേട്ടോ, ടൈം ഒരു 10-10:30 ആ ഒരു ടൈമാണ്. ബട്ട് നമ്മളെ ചുറ്റും ഫുൾ മരങ്ങളും എല്ലാം ഉള്ളതുകൊണ്ടായിരിക്കും നല്ല തണുപ്പും നല്ല കാറ്റും കേട്ടോ. ഈ കാറ്റിൽ നല്ല തണുപ്പ് നമ്മൾ എന്താ പറയുക, ബോഡിയിൽ ഇങ്ങനെ കുത്തി കയറുമെന്നൊക്കെ പറയില്ലേ, അതേപോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോണ്ടല്ലോ, നമ്മൾ ഒരു സാധനം കണ്ടിട്ടേ, ഇതെല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ബട്ട് എൻ്റെ മെയിൻ ശത്രു എന്ന് പറയുന്ന ഒരു സാധനം കേട്ടോ ഇത്. കാരണം കുട്ടിക്കാലത്ത് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു മെയിൻ ഐറ്റം ആയിരുന്നു ഇത്, ചീര. അന്ന് വെറുത്ത് പോയൊരു സംഭവം. പിന്നെ എനിക്ക് ഇതുവരെ ആ വെറുപ്പ് മാറ്റാൻ പറ്റിയിട്ടില്ല. ചില സാധനങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, ഒരിക്കലും നമ്മൾ വെറുത്ത് പോയാൽ പിന്നെ ഒരിക്കലും നമുക്ക് പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാറ്റ് കാരണേ എങ്ങോട്ട് വീഡിയോ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നിട്ടോ. ഇവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സെന്നു അതിലൂടെയൊക്കെ കറങ്ങിയിട്ടേ എവിടെയൊക്കെ ഉണക്കം വന്നത്, എവിടെയൊക്കെ വാട്ടർ വേണ്ടത് എന്ന് പറഞ്ഞെടുക്കുക കേട്ടോ. അത് ഉണങ്ങിപ്പോയി, അതിന് വാട്ടർ വേണമെന്നൊക്കെയാണ് അവിടുന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് പോയി നോക്കിയാൽ എന്താണ് അവളും കണ്ടതെന്ന്. പിന്നെ ഇത് കണ്ടോ, മൈലഞ്ചി. ഹൃദയം ഉണ്ടാകുക മൈലഞ്ചൊക്കെ, ഇവിടെ ആര് പറിക്കാനല്ലേ. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് പരാജയപ്പെട്ടൊരു ഐറ്റം ഇവിടെ കണ്ടിട്ടോ. ചുമ്മാ കിടന്നുണ്ടാവുകയാണേ, ആർക്കും വേണ്ടാത്തടുത്ത് ചുമ്മാ വളരുന്ന. ഉണ്ടാക്കാൻ നോക്കിയാലോ, ഉള്ള ഫെർട്ടിലൈസറും വാട്ടറിങ്ങും ഒക്കെ ചെയ്ത് കൊടുത്താലും എവിടെ ഒന്നും പോലും ഉണ്ടാവില്ല. ഇവിടെ നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചുമ്മാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവൾക്ക് കിട്ടിയ ടൈം അവൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ, മണ്ണിൽ വാരി കളിക്കുക. പിന്നെ ഇവിടെ ഓറഞ്ച് മാത്രമല്ല കേട്ടോ, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്താ പറയുക, ഫുള്ളായിട്ട് നീ ഒന്ന് ചുറ്റിക്കറങ്ങിയാലോ. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ താഴെയുള്ള ഓറഞ്ച് ഏകദേശം തീർന്നിട്ട് മുകളിൽ കയറി പറിക്കുന്നുണ്ട്. മരത്തിൽ കയറാൻ നല്ല എക്സ്പീരിയൻസ് ആണെന്ന് മനസ്സിലായല്ലോ. പിന്നെ ഈ ഓറഞ്ച് പറിക്കുമ്പോണ്ടല്ലോ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഡയറക്റ്റ് താഴെ മണ്ണിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റൂല കേട്ടോ. പെട്ടെന്ന് തന്നെ പൂപ്പൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ കേടുവരും. അപ്പോൾ താഴെ ഇട്ട് കൊടുക്കുന്നത് കണ്ടപ്പോൾ സെന്നുവിനൊരു ആഗ്രഹം ക്യാച്ച് ചെയ്യണം. പിന്നെ ആ യെല്ലോ കളറിൽ കാണുന്നുണ്ടല്ലോ, അതൊരു ടാങ്ക് കേട്ടോ. ആ ടാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പറയാനുണ്ട്. കാരണം എന്താ പറയുക, അത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഈ ഫാമൊക്കെ വേണ്ട എല്ലാ വാട്ടറും സ്റ്റോർ ചെയ്യുന്നതാണ്. അതിൻ്റെ അടുത്തൊരു ചെറിയൊരു കിണറുണ്ട്, അവിടുന്ന് വെള്ളം അടിച്ചിട്ട് അതിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് സ്വിച്ച് ഓൺ ആയിട്ട് പിന്നെ എല്ലായിടത്തും വെള്ളം എത്തുമല്ലോ. ഇനി സ്റ്റോർ ചെയ്യുന്നതെന്നറിയില്ല, ചില സമയത്ത് അത് ശരിക്കും ഒരു ടാങ്കല്ല, ഒരു പൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അതൊരു പൂളായി മാറാറുണ്ട് കേട്ടോ. ആ കാഴ്ചയും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഹോബീസല്ലേ, അങ്ങനത്തെ ഒരു ഹോബിയെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരേ. പിന്നെ അവിടെ ഇവിടെയും കാണുന്ന ചെറിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് ഇവരുടെ മജ്ലിസാട്ടോ. എൻ്റെ അടുത്ത് നിന്ന് ഷാള് മേടിച്ച് വന്നതാ. എന്താണെന്ന് വന്ന് നോക്കിയപ്പോഴാണ് കയ്യിൽക്ക് ഇട്ട് കൊടുത്തിട്ട് അവൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ഷാളിലേക്ക് ക്യാച്ച്, ഇനി ഞാൻ തകർക്കും, ഇനി ഞാൻ എല്ലാം പിടിക്കുന്ന പറഞ്ഞാണ് വന്നത്. അപ്പോൾ കറക്റ്റ് എല്ലാം പിടിച്ചു കേട്ടോ. ഇനി ഞാൻ ഹോബിനെ കുറിച്ച് പറയാം. നമ്മുടെ നാട്ടിൽ ഓരോരുത്തർക്കും ഓരോ ഹോബീസല്ലേ, അങ്ങനത്തെ ഒരു ഹോബിയാണ് കേട്ടോ ഇത്, പ്രാവിനെ വളർത്തൽ. ശരിക്കും ഞാൻ നോക്കുമ്പം മൂപ്പര് വന്നിട്ട് ഇതിൻ്റെ അടുത്ത് വന്ന് നിന്ന് അതിന് തീറ്റ കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനോട് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് പോവാൻ നേരത്ത് അതിനൊരു 10 പോലെ മൂപ്പര് പിടിച്ചു പോകും. നോക്കുമ്പോൾ എന്തിനാ, മൂപ്പർക്ക് പോയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാൻ തന്നെ. ശാപാര ടേസ്റ്റ് കേട്ടോ, എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞതാണ്. നല്ല സൂപ്പർ അടിപൊളിയാണ്.
നെക്സ്റ്റ് ഇതാക്കുന്ന ഈ കോയിനെ കണ്ടോ? ഇത് കണ്ടപ്പം ഇതെന്താണോ അറിയില്ല, ചില സമയങ്ങളിൽ ഇതിനെ അറക്കാറുണ്ടെന്നാണ് കേട്ടത്. ഇനി നമുക്ക് ഈ ഫാമിലെ ഉള്ളിലെ കാഴ്ചകളൊന്നും കണ്ടുപോകാം. ഒരു ഈത്തപ്പഴത്തിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്നറിയോ? സീസൺ ആകുമ്പോൾ തനിയെ ഈത്തപ്പഴം ഉണ്ടാവുകയല്ല കേട്ടോ, മറിച്ച് അതിന് മുന്നോടിയായിട്ട് ഒരുപാട് സ്റ്റേജ് കടന്നു പോകുന്നുണ്ട്. ഈത്തപ്പഴത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വാട്ടറിംഗ് ആണ്. വാട്ടറിംഗ് കുറഞ്ഞ ഈത്തപ്പഴത്തിൻ്റെ എണ്ണത്തിൽ കാര്യമായിട്ട് വർധനവും കുറയും. അതിന് വേണ്ടിയിട്ട് കണ്ടില്ലേ, എല്ലാത്തിൻ്റെ റൗണ്ട് ഷേപ്പിൽ ഒരു കുഴി പോലെ അതിൽ നന്നായിട്ട് വെള്ളം വന്ന് നിൽക്കും. പിന്നെ ഒന്നാണ് ഫെർട്ടിലൈസർ. ഈ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് കെമിക്കലല്ല കേട്ടോ, നോർമൽ സാധാ ഫെർട്ടിലൈസർ മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൽ ഈത്തപ്പഴം ഉണ്ടാവുന്നത് പരാഗണം നടത്തിയാണ്. പരാഗണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈത്തപ്പനയിലെ ഫ്ലവേഴ്സ് വന്നു തുടങ്ങുമ്പം അതിൽ മെയിൽ ആൻഡ് ഫീമെയിലിനെ സെപ്പറേറ്റ് ആക്കും. എന്നിട്ട് ഈ മെയിൽ ഫ്ലവേഴ്സ് ഉണക്കി അതിൻ്റെ പൊടികൾ ഫീമെയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. വലിയ ഫാമിലൊക്കെ ഇതിന് മെഷീൻ വഴിയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് ചെറിയ ഫാം ആയതുകൊണ്ട് ഇവിടെ തൊഴിലാളികളെ വെച്ചുകൊണ്ടാണ്. ഇനി ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഓരോ പഴവും വേറിട്ട് നിൽക്കും. ഇല്ലെങ്കിൽ ഒരു 3-4 എണ്ണം ഒന്നിച്ചൊരു ഷേപ്പ് ഇല്ലാതെ ആയിരിക്കും. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ വാട്ടറിങ് ചെയ്ത് കൊടുക്കും. ആ വാട്ടറിങ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഈ പഴത്തിന് വലുപ്പമൊക്കെ വെക്കാനാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മെഷീൻ ഇല്ലാത്ത കാരണം ഈ പനയില ഫുള്ളായിട്ട് മുള്ള് വന്ന് നിറയും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറാനുള്ളത് കാരണം ഈ ഒരു ടൈമിന് ആ മുള്ളെല്ലാം റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കണം. പിന്നെ ഇതിൻ്റെ പഴത്തിൻ്റെ ആരംഭം സ്റ്റാർട്ടാവും. ആരംഭം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇതെല്ലാം പൊടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ കെട്ടിക്കൊടുക്കണം. കെട്ടിക്കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഒരു 3-4 months എടുക്കും ഒന്ന് യെല്ലോ കളറായി വരാൻ. യെല്ലോ കളറായി കഴിഞ്ഞാൽ പിന്നെ ഒരു മെയ് ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഒരു യെല്ലോ കളറായി വരും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 1 month എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പഴുത്ത് വരും. ഈ പഴുത്ത് വരുന്നതിന് മുന്നേ തന്നെ ഈ യെല്ലോ കളർ ആവുന്നതിന് മുന്നേയും എന്ത് ചെയ്യുന്നതാണ്, ഇതിൽ കംപ്ലീറ്റ് ഫുള്ളായിട്ട് ഒരുപാട് പഴം വന്ന് നിറയും. ഒരുപാടുണ്ടെങ്കിലും പിന്നെ ഇതിന് സൈസ് വരാതിരിക്കും. അപ്പോൾ അതിൽ നിന്നും പിന്നെയും കുറേ പഴങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കണം. അതും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കേട്ടോ. എല്ലാം പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് എന്താ പറയുക, ഉണക്കാൻ വെക്കും. ഇവിടെ താഴെയിട്ട് ഉണക്കിയെടുക്കലാന്ന് തോന്നുന്നു. മെഷീനിൽ വെച്ച് ഫാക്ടറികളിൽ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ഇത് താഴെയിട്ട് ഉണക്കി ആ ഉണക്കിന്ന് പിന്നെ സെപ്പറേറ്റ് ആക്കും. കാരണം ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 ടൈപ്സ് ക്വാളിറ്റീസ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അതിൽ നിന്നെല്ലാം സെപ്പറേറ്റ് ആക്കും. പിന്നെ ഡാമേജ് വന്ന കേട് വന്നത്, ഓവർ ഉണങ്ങിയത് അങ്ങനെയൊക്കെ ഉള്ളത് അതും സെപ്പറേറ്റ് ആക്കിയിട്ട് പിന്നെ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കും. നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇതൊരു 1 year ഈ എന്താ പറയുക 1 year വരെ സൂക്ഷിച്ച് വെക്കുമല്ലോ. ഇപ്പോൾ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഈത്തപ്പഴം ഉണ്ടാകുന്നത് വരെ സ്റ്റോർ ചെയ്ത് വെക്കും. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ക്ലീനിങ് ചെയ്യണം. പിന്നെ ഇതെല്ലാം ചെയ്ത് ഇത് മാർക്കറ്റിലെത്തിക്കുമ്പോഴേക്കും ഏകദേശം ഒരു ഓഗസ്റ്റ് ആ ഒരു ടൈം ആകുമ്പോഴേക്കാണ് ഇതിൻ്റെ എല്ലാം തീരുക. പഴമൊക്കെ പറിച്ച് കംപ്ലീറ്റ് മാർക്കറ്റിലെത്തുമ്പോഴേക്കും എങ്ങനെയായാലും ഒരു ഓഗസ്റ്റ് ആ മാസം എടുക്കുമെന്നാണ് പറഞ്ഞത്. ഇനി ഓറഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ വലിയ പ്രോസസ്സിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാലും ഇതിന് മസ്റ്റായിട്ട് ആവശ്യമുള്ളത് വാട്ടറിങ് തന്നെയാണ്. നന്നായിട്ട് വാട്ടർ ചെയ്ത് കൊടുക്കണം. കാരണം ഈ സീസണിൽ ഓറഞ്ച് വളരെ കുറവായിരുന്നു പറഞ്ഞു. കാരണം സ്റ്റാർട്ടിങ്ങിൽ വാട്ടറിങ് ചെയ്തത് കുറഞ്ഞു പോയതുകൊണ്ട് നന്നായിട്ടും ഓറഞ്ചിൻ്റെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടെന്ന്. കഴിഞ്ഞ ടൈമൊക്കെ നന്നായിട്ട് ഓറഞ്ച് ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ഓറഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓറഞ്ചിൻ്റെതും എന്താ പറയുക, ഇപ്പോൾ വിളവെടുക്കുന്ന ടൈമാണല്ലോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫെർട്ടിലൈസർ ഇട്ട് നന്നായിട്ട് വാട്ടറിങ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിലും ഫ്ലവേഴ്സ് വന്ന് തുടങ്ങും. അത് കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് പിന്നെ വാട്ടറിങ് എന്ന് പറഞ്ഞാൽ ഒരു 2-3 days കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും. പിന്നെ പൊടിഞ്ഞു പോവുമല്ലോ. അവിടുന്ന് പിന്നെ ചെറിയ ഓരോ എന്താ പറയുക ഓറഞ്ചുകൾ വരും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വാട്ടറിങ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കുറയും. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു 8-9 months എടുക്കും ഈ കാണുന്ന രൂപത്തിലായി വരണമെങ്കിൽ.
അപ്പോൾ ഓറഞ്ചിൻ്റെ പിന്നെ വളരെ സിമ്പിളാണല്ലോ. അതേപോലെ തന്നെയാണ് ഈ മുസമ്പിയും. ഇത് രണ്ടും കൂടെ ഇടകലർന്നാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഫസ്റ്റ് മുസമ്പി ഓറഞ്ച് അതിൻ്റെ വെച്ചിട്ട് പറിച്ചിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് എന്താ പറയുക മറന്നുപോയി. ലുക്ക് കണ്ടപ്പോൾ എനിക്ക് രണ്ടും സെയിം പോലെ തോന്നി. രണ്ടും സെയിം കളറ്, സെയിം ലുക്ക്, സെയിം സൈസ്. പിന്നെയാണ് മനസ്സിലായത് ഞാൻ ഫസ്റ്റ് പറിച്ചെടുത്തത് മുസമ്പിയാണെന്ന്. പിന്നെ മുസമ്പി ഓറഞ്ച് മാത്രമല്ലായിരുന്നു കേട്ടോ, സ്ട്രോബെറിയും ഗ്രേപ്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ അവർ ഒഴിവാക്കിയാണ്. ഒഴിവാക്കേണ്ട റീസൺ എന്താണെന്നറിയില്ല. ഈ ചെറിയ ഈ ഓറഞ്ചൊക്കെ കാണുമ്പോണ്ടല്ലോ എനിക്ക് നമ്മളെ നൊസ്റ്റാൾജിയായിട്ട് ഓർമ്മ വന്നത്, നമ്മൾ എന്താ പറയുക, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ അടുത്ത് ചെറിയ ചെറിയ കടകളുണ്ടാവുമല്ലോ, അവിടെ ഈ ഓറഞ്ച് വരും. ഓറഞ്ച് എന്ന് പറയുമ്പം സെൻറ്റർ കട്ട് ചെയ്തിട്ട് അതിൽ ഉപ്പും മുളക് പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് ഹാഫിന് 50 പൈസ, ഒരു ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ 1 രൂപ. പക്ഷെ അന്ന് അത് കഴിക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് ചെയ്യുന്നറിയോ. ഇപ്പം ഇനി എത്ര ട്രൈ ചെയ്താലും ആ ഒരു ടേസ്റ്റൊന്നും ഈ ഓറഞ്ചിന് കിട്ടുന്നില്ല കേട്ടോ. പിന്നുള്ളത് മറ്റേ ഇവർ കഴിക്കുന്ന ഇലകൾ, മല്ലിച്ചപ്പ്, പുതിന, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ളത്. അത് അവർ ഡെയിലി വരും, എന്താ പറയുക, അവർക്ക് ആവശ്യമുള്ളത് പറിക്കും, എടുക്കും, പോവും. എന്തായാലും ഇത് സുഖമല്ലേ. പിന്നെ ഇത് കണ്ടില്ലേ നമ്മുടെ ഈ ഒഴിഞ്ഞെടുക്കുന്ന ഇത്, ഈ എന്താ പറയുക നെറ്റ് കൊണ്ട് മറ കെട്ടി വെച്ചത്, ഇത് ആടിൻ്റെ ഫാമാട്ടോ. ഇതും അവരെ സ്വന്തമാണ്. പിന്നെ ആടുകൾ കുറേ ഇഷ്ടം പോലെ ആടുകളുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പം കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ആടുകൾ മാത്രമേ ഉള്ളൂ. അത് ആ കോർണർ ഇടാനും പോയി ഇരിക്കാൻ തോന്നുന്നു. ഫസ്റ്റൊക്കെ നമ്മൾ ഇവിടേക്ക് വരുമ്പോഴേക്കും അവിടെയുള്ള ആടുകളൊക്കെ ഓടി വരികയാണ്. ഇപ്പം അതിന് മാത്രം ആടില്ലാത്തതിനെ കൊണ്ട് ഒരനക്കവും ഇല്ല. പിന്നെ ഇത് അവരെ മക്കൾക്ക് കളിക്കാനുള്ള ചെറിയൊരു കുഞ്ഞു പാർക്ക് ഒന്നും പറഞ്ഞുകൂടാ, അവർക്ക് മാത്രം ഒന്ന് വീക്കെൻഡിൽ വന്നിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ മക്കളെ വിടാനുള്ള സ്ഥലം, അങ്ങനെ പറയാം. അതായിട്ടും ബെറ്റർ. ഈ മല്ലിച്ചപ്പ് കണ്ടപ്പോൾ നമ്മളും കുറച്ച് പറിച്ചിട്ടോ. അവരേതായാലും പറിക്കല്ലേ, നമ്മളും കുറച്ച് പറിക്കട്ടെ വെച്ചിട്ട് ഞാനും കുറച്ച് മല്ലിച്ചപ്പൊക്കെ കളക്ട് ചെയ്തേ. ഇതിൻ്റെ അടുത്തെത്തിയപ്പോൾ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഇവിടെ കറിവേപ്പില ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കറിവേപ്പില അവർക്ക് കറിവേപ്പിലാന്ന് അറിയാത്തത് കാരണം അവരെന്നെ അത് എന്താ പറയുക കട്ട് ചെയ്ത് ഒഴിവാക്കി. പിന്നെയാണ് അവർക്ക് മനസ്സിലായത് കറിവേപ്പിലായിരുന്നു. ഇത് നമ്മളെ കടുകോ അങ്ങനെ എന്തോന്നാന്ന് തോന്നുന്നു നട്ടത്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ലേ. ഇതിലൂടെ ഇങ്ങനെ നടക്കാനുണ്ടല്ലോ നല്ലൊരു സുഖമുണ്ട്. കാരണം നല്ല തണുത്ത കാറ്റുമുണ്ട്, പിന്നെ കുറച്ചൊരു ചൂടും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം നടക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര തണുപ്പായിരുന്നു. തണുപ്പൊക്കെ കുറഞ്ഞ് കുറച്ചൊരു ചൂടിലേക്ക് വന്നു.
പിന്നെ ഇവിടെ അധികം ഉള്ളത് ഡേറ്റ്സിൻ്റെ ഫാം കേട്ടോ. പിന്നെ ഓറഞ്ചൊക്കെ കുറച്ച് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഫസ്റ്റ് ഓറഞ്ച് തന്നെയാണ്, ഒരു സൈഡ് ഫുൾ ഓറഞ്ച്, മുസമ്പി, അനാർ അതേപോലത്തെ ഫ്രൂട്ട്സ് ഐറ്റംസ് തന്നെയാണ്. ഡേറ്റ്സ് കുറച്ചേ ഉള്ളൂ. ബട്ട് ഇപ്പോൾ എന്താ പറയുക, ഓറഞ്ചിൻ്റെ അവിടെയും കൂടെ ഡേറ്റ്സിൻ്റെ ഫാം നട്ടിരുന്നു കേട്ടോ. ഈ കാണുന്ന ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ആദ്യം ഡേറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ എന്താ പറയുക, ഇത് ഉള്ളിയാട്ടോ. ഉള്ളി ഇങ്ങനെ മുളച്ച് വരുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ എനിക്ക് തോന്നുന്നു ഉള്ളിൻ്റെ ഏരിയ ആണെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ അടുത്തുള്ളത് നമ്മളെ കോളിഫ്ലവർ, പിന്നെന്തേനും ക്യാബേജ്, അങ്ങനത്തെ ഐറ്റംസ് ആട്ടോ. പിന്നെ ഇതെന്താണെന്നറിയില്ല, ഇതിൻ്റെ ഒന്നും മുളയ്ക്കൊന്നും ചെയ്തിട്ടൊന്നുമില്ല. മുളയൊന്നും വരാത്ത കാരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇത് ക്യാബേജോ അല്ലെ കോളിഫ്ലവർ ആണെന്ന് തോന്നിട്ട് ഇത്. ഇനി ഈ പലതരം ഐറ്റംസ് ഉണ്ടെങ്കിലും എന്താ പറയുക, ഇതൊക്കെ പറിക്കാനും വിളവെടുക്കാനുള്ള ടൈം ആകുമ്പോൾ അവർ വന്നാൽ കൊണ്ടുപോയിക്കോളും. ഈ ഒഴിഞ്ഞു കിടന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ആയിരുന്നു ഞാൻ പറഞ്ഞ ഈ അനാർ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് അവിടെ ഫുള്ളായിട്ട് അനാർ തന്നെ ആയിരുന്നു. എനിക്കറിയാം, ഞാൻ ഫസ്റ്റ് കണ്ട് ഓരോ ഓർമ്മ വെച്ചിട്ടാട്ടോ പറഞ്ഞത്. അവിടെ കംപ്ലീറ്റ് അനാറിൻ്റെ മരങ്ങളായിരുന്നു, നിറയെ കായ ഉണ്ടാവുന്നു. ബട്ട് കായകൾക്കൊക്കെ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഒരു മധുരം ഇല്ലാതെ ഒരു ഡ്രൈ പോലെ ഒന്നിനും പറ്റൂല. ചുമ്മാ കുറേ കായകൾ ഉണ്ടാവുക, താഴെ വീയാന്ന്. അതുകൊണ്ടായിരിക്കും അവർ എല്ലാം റിമൂവ് ചെയ്തത്. ഇപ്പോൾ അവിടെ ഫുള്ള് ബ്ലാങ്ക് ആയി കിടക്കുന്നതല്ലേ കാണുന്നത്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവർ അവിടെ എന്തെങ്കിലും കൃഷികൾ ചെയ്യാൻ മതി, വെജിറ്റബിൾസോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസൊക്കെ ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കും ഇനി. പിന്നെ ഈ മാതള നാരങ്ങ, നമ്മളിതിന് മാതള നാരങ്ങ എന്നാട്ടോ പറയുക. വേറെ എന്തെങ്കിലും നെയിംസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അച്ചാർ സൂപ്പർ ടേസ്റ്റ് ആണല്ലോ അല്ലേ. എൻ്റെ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കുറച്ച് മധുരമൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ റൂമിൽ തന്നെ അടച്ചു മൂടി ഇരുന്നിട്ട് ഇതിലൂടെയൊക്കെ ഒന്ന് നടന്നപ്പോൾ ശരിക്കും ഒരു പോസിറ്റീവ് എനർജി കേട്ടോ കിട്ടിയത്. എന്താണെന്നറിയില്ല, നല്ലൊരു വൈബായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. എനിക്ക് മാത്രമല്ല, സെന്നൂനും ബേബിക്കൊക്കെ. ബേബിക്ക് ഫുള്ള് ഹാപ്പിയാണ്. റൂമിലാകുമ്പോൾ എപ്പോഴും കരച്ചിലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം കരച്ചിലുമില്ല, ഒന്നുമില്ല. അവളെ എൻജോയ് ചെയ്ത് അവളെ റിലാക്സിന് അങ്ങനെ നടക്കുന്നത് കേട്ടോ കണ്ടത്. പിന്നെ എനിക്ക് ഏറ്റവും എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഈ ഈത്തപ്പനൻ്റെ കാര്യം കേട്ടോ. ശരിക്കും ഇത് കാണുമ്പോൾ ഞാൻ ഇത്ര റിസ്ക്കുള്ള കാര്യങ്ങളാണെന്നും അറിഞ്ഞില്ല. പിന്നെ ഞാൻ പറയുമ്പോൾ കുറച്ച് സിമ്പിളായിട്ടൊക്കെ തോന്നാൻ മതി. ഇനി ഞാൻ പറഞ്ഞതിൽ പല മിസ്റ്റേക്സും വന്നിട്ടും ഉണ്ടാവും. കാരണം എനിക്ക് കിട്ടിയൊരു അറിവ് വെച്ചിട്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്തുനിന്ന് കേട്ട അറിവുകൊണ്ട് പറയുമ്പം അതിൽ അവിടെ ഇവിടെയൊക്കെ കുറേയൊക്കെ മിസ്സായി കാണും. പിന്നെ ഈ റൗണ്ട് എന്താണെന്നറിയോ, ഇത് നമ്മളെ നാട്ടിൽ ചായക്കടയിൽ പോയി ഇരുന്ന് ഞാൻ എന്താ പറയുക വയസ്സായ ആൾക്കാർ കഥ പറയില്ല, അതേപോലെ അറബിക്ക് എന്താ പറയുക ഈ ചൂടുകാലം വരുമ്പോൾ വന്നിരുന്ന് ഫ്രണ്ട്സുമായിട്ട് ഇരുന്ന് സൊറ പറയുന്നൊരു സ്ഥലം കേട്ടോ. അങ്ങനെ ഈ ഈത്തപ്പഴത്തിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ ചുമ്മാ ചോദിച്ചതാ, ഇത് ഭയങ്കര റിസ്ക് പരിപാടിയാലേന്ന്. കുറച്ച് റിസ്ക് എടുത്താലെന്താ നന്നായിട്ട് പ്രോഫിറ്റ് കിട്ടുന്നൊരു ഐറ്റമാണെന്നാണ് പറഞ്ഞത് ഈത്തപ്പഴത്തിൻ്റെ ബിസിനസ്. അപ്പോൾ ഈ ഫാം വരുന്നത് എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് കസീമിലെ ബുക്കരിയിലാണ്. പിന്നെ ഇത് ഒരു പബ്ലിക് പ്രോപ്പർട്ടി അല്ല കേട്ടോ, ഒരു പ്രൈവറ്റ് ആണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.